ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റലിനെ കുറിച്ചും റവന്യൂവിനെ കുറിച്ചും. സിൻസ് ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ഇൻകം ആൻഡ് നോട്ട് ഓൺ ക്യാപിറ്റൽ. എല്ലാവർക്കും അറിയാം, ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത് ഇൻകത്തിന്മേലാണ്, ക്യാപിറ്റലിന്മേൽ അല്ല. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഈസ് വെരി. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ക്യാപിറ്റലും റവന്യൂവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. The receipts, expenditure, profits and losses can be classified into capital and revenue. Receipts, expenditure, profits and losses. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവയെ നമുക്ക് ക്യാപിറ്റൽ ആയിട്ടും റവന്യൂ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറിലും റവന്യൂ നേച്ചറിലും ഇവയെ നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കുന്നു. ഇവയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് റവന്യൂ റിസീറ്റ് ആൻഡ് ക്യാപിറ്റൽ റിസീറ്റ്. രണ്ടാമത്തേത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. മൂന്നാമത്തേത് ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ ലോസ്. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കും. അതിൽ ആദ്യം തന്നെ റവന്യൂ റിസീറ്റ് ആൻഡ് ക്യാപിറ്റൽ റിസീറ്റ്. എന്താണ് റവന്യൂ റിസീറ്റ്? എന്തൊക്കെയാണ് റവന്യൂ റിസീറ്റിൽ വരുന്നത്? എന്താണ് ക്യാപിറ്റൽ റിസീറ്റ്? എന്തൊക്കെയാണ് ക്യാപിറ്റൽ റിസീറ്റിൽ വരുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റിസീറ്റ്. ഇൻകം ഏൺഡ് നോട്ട് ഫ്രം നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് ഈസ് എ ക്യാപിറ്റൽ. അതായത് ഞാനൊരു ബിസിനസ് നടത്തുക, ആ ബിസിനസ്സിന് ഒരു നോർമൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് ഞാൻ എന്ത് ബിസിനസ് ആണ് നടത്തുന്നത്? ഞാൻ ഹോട്ടൽ ബിസിനസ് ആണ് നടത്തുന്നത് കരുതുക. ഹോട്ടൽ ബിസിനസ് ആണ് നടത്തുന്നത്. അപ്പൊ എന്റെ ഓപ്പറേഷൻസ് എന്നാ? ഒരു ഹോട്ടലിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അതാണ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻ ഹോട്ടലിനെ സംബന്ധിച്ച്. അതിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും ഒരു രീതിയിൽ എന്നെ സംബന്ധിച്ച് വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റിസീറ്റ് ആണ്. ഉദാഹരണം നോക്കാം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് എറ്റ്സെട്ര. അതായത് ഞാൻ എന്റെ ഹോട്ടലിനെ സംബന്ധിച്ച് അവിടെ ഇരിക്കുന്ന ഒരു ഫിക്സഡ് അസറ്റ് അത് ഞാൻ എടുത്ത് വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസീറ്റ് അത് ക്യാപിറ്റൽ റിസീറ്റ് ആയിരിക്കും, റവന്യൂ റിസീറ്റ് അല്ല. കാരണം എന്റെ ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ എന്തൊക്കെയാണോ ഉണ്ടാക്കി വിൽക്കുന്നത് അത് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഹോട്ടലിൽ ഇരിക്കുന്ന ഫിക്സഡ് അസറ്റ്സ് അതെടുത്ത് വിൽക്കുക എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ ഹോട്ടലിനെ സംബന്ധിച്ച് ഫർണിച്ചറുകൾ ഉണ്ടായിരിക്കും. ആ ഫർണിച്ചർ വിൽക്കുക എന്നതാണോ ഹോട്ടലിന്റെ നോർമൽ ഓപ്പറേഷൻ? അല്ല. ചിലപ്പോൾ മീൽസ്, ഊണ് അല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കഴിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് നോർമൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണോ ഞാനിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല. ഞാനൊരു ഫർണിച്ചർ എടുത്ത് വിറ്റു, അല്ലെങ്കിൽ ഒരു അടുക്കളയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മെഷീനറി എടുത്ത് വിറ്റു, ഒരു ഫിക്സഡ് അസറ്റ് എടുത്ത് വിറ്റു. അതിൽ നിന്ന് എനിക്കൊരു റിസീറ്റ്, കുറച്ച് ക്യാഷ് കിട്ടുകയാണെങ്കിൽ എന്തെന്ന് വിളിക്കും? ക്യാപിറ്റൽ റിസീറ്റ് എന്ന്. ഇനി എന്താണ് റവന്യൂ റിസീറ്റ്? നേരെ ഓപ്പോസിറ്റ്. ഇൻകം ഏൺഡ് ഫ്രം ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് ഈസ് റവന്യൂ റിസീറ്റ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് സാധാരണ നോർമൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും റവന്യൂ റിസീറ്റാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. ഞാൻ ഹോട്ടലിൽ നിന്ന് ഊണ് വിൽക്കുകയാണ്. ആ ഊണ് വിറ്റ് എനിക്ക് കിട്ടുന്ന വരുമാനം അതെന്താ? റവന്യൂ റിസീറ്റ്. ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ട് സെയിൽ ഓഫ് ഗുഡ്സ്, ഇൻട്രസ്റ്റ് ഓർ കമ്മീഷൻ ഏൺഡ്. ഇവിടെ ഓർക്കുക, ഹോട്ടൽ ബിസിനസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹോട്ടലിൽ ഞാൻ തയ്യാറാക്കുന്ന ഊണ് വിൽക്കുന്നു, നോർമൽ ഓപ്പറേഷനിൽ നിന്ന് ബിസിനസ് ഏൺ ചെയ്യുന്നു. ആ ഏൺ ചെയ്യുന്ന ഇൻകം ആണ് റവന്യൂ റിസീറ്റ്. ഓക്കെ, ക്യാപിറ്റൽ റിസീറ്റും റവന്യൂ റിസീറ്റും എന്താണെന്ന് വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിക്കാണാം. ഒന്നാമത്തെ തന്നെ കാര്യമാണ്, ഇഫ് എ റിസീറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിക്സഡ് അസറ്റ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീറ്റ്. ഒരു ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനങ്ങൾ അല്ലെ റിസീറ്റുകൾ എന്തായിരിക്കും? ക്യാപിറ്റൽ റിസീറ്റ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന റിസീറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസീറ്റ് ആയിരിക്കും. Whereas if it is related to current asset it is revenue receipt. കറന്റ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനങ്ങൾ എന്തായിരിക്കും? റവന്യൂ റിസീറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്. അതേസമയം ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റവന്യൂവിന് എക്സാമ്പിൾ ആണ് സെയിൽ ഓഫ് പ്ലാന്റ്. ഓക്കെ, ഒരു ചോദ്യം, വാട്ട് ഈസ് കറന്റ് അസറ്റ്? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫിക്സഡ് അസറ്റ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റ് ക്യാപിറ്റൽ റിസീറ്റ്,
കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റ്, റവന്യൂ റിസീറ്റ്. 2. എനി സം റിസീവ്ഡ് ഇൻ കോമ്പൻസേഷൻ ഫോർ ടെർമിനേഷൻ ഓഫ് എ സോഴ്സ് ഓഫ് ഇൻകം ഈസ് എ ക്യാപിറ്റൽ റിസീറ്റ്. അതായത് നമ്മളൊരു സോഴ്സ് ഓഫ് ഇൻകം അതെന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമ്മ് അല്ലെങ്കിൽ ഒരു വരുമാനം, ആ കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ ഒരു കോമ്പൻസേഷൻ കിട്ടും അല്ലെ കൊടുക്കും, ആ സംഭവിക്കുന്ന ആ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു വരുമാനം, ഒരു റിസീറ്റാ, അതെന്താണെന്നാ പറയുന്നത്, ക്യാപിറ്റൽ റിസീറ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഓൺ ടെർമിനേഷൻ ഓഫ് ഹിസ് സർവീസ്. ഒരു ജോലിക്കാരനെ അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ചുമ്മാ പിരിച്ചുവിടുവോ? ഇല്ല. അദ്ദേഹത്തിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കും, ഒരു നഷ്ടപരിഹാരം കൊടുക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് കൊണ്ട്. കാരണം അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ, റിട്ടയർമെന്റ് വരുന്നവരെ ജോലി ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പിരിച്ചുവിടുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കും? ഒരു കോമ്പൻസേഷൻ കൊടുക്കും. ആ കോമ്പൻസേഷൻ എന്താണെന്നാ പറയുന്നത്? ക്യാപിറ്റൽ റിസീറ്റാ. ഓർത്തിരുന്നോണം, അത് റവന്യൂ റിസീറ്റ് അല്ല, അത് ക്യാപിറ്റൽ റിസീറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത്. ഒന്നാമത്തെ കാര്യം അസറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം കോമ്പൻസേഷൻ. എന്തിന്? ഫോർ ടെർമിനേഷൻ ഓഫ് എ സോഴ്സ് ഓഫ് ഇൻകം. മൂന്നാമത്തെ ഒരു വ്യത്യാസം, എനി സം റിസീവ്ഡ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഇൻകം ഈസ് എ റവന്യൂ റിസീറ്റ്. അതായത് ഒരു ഇൻകം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം അല്ല. രണ്ടാമത്തെ പോയിന്റ് ഇതിനെ കുറിച്ച് പറഞ്ഞേക്കണേ, സോഴ്സ് ഓഫ് ഇൻകം. ഇവിടെ എന്താ? സോഴ്സ് ഓഫ് ഇൻകം അല്ല, ഒരു ഇൻകം. ആ ഇൻകം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഒരു സമ്മ് കൊണ്ട്, ഒരു എമൗണ്ട് കൊണ്ട്. ഇതെന്താന്ന് പറഞ്ഞേ? റവന്യൂ റിസീറ്റ് ആണെന്ന് പറയാം. എക്സാമ്പിൾ ആണ് റിവാർഡ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി. ഒരു തൊഴിലാളിക്ക് ഒരു റിവാർഡ് കൊടുക്കുക. റിവാർഡ് മീൻസ്, വാട്ട് ഈസ് റിവാർഡ്? അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. വാട്ട് ഈസ് റിവാർഡ്? ഒരു മോണിറ്ററി റിവാർഡ് ആണെന്ന് കരുതുക. ഒരു റിവാർഡ് കൊടുക്കുകയാണ്. അതെന്തായിട്ട് കണക്കാക്കും? റവന്യൂ റിസീറ്റ് ആയിട്ട് കണക്കാക്കും. ഇതിന് മുമ്പ് കണ്ട സാഹചര്യം കോമ്പൻസേഷൻ ആയിരുന്നു. സോഴ്സ് ഓഫ് ഇൻകം അവസാനിക്കുകയാണ്, അവിടെ ഒരു കോമ്പൻസേഷൻ. പക്ഷെ ഇവിടെ സോഴ്സ് ഓഫ് ഇൻകത്തെ കുറിച്ച് പറയുന്നില്ല, ഒരു ഇൻകം. ആ ഇൻകത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വരുമാനം അദ്ദേഹത്തിന് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അതിനെ എന്താന്ന് കണക്കാക്കും? എന്തായിട്ട് കണക്കാക്കും? റവന്യൂ റിസീറ്റ് ആയിട്ട് കണക്കാക്കും. ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇതിന്റെ ആൻസർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇൻകവും സോഴ്സ് ഓഫ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടിനും ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇൻകവും സോഴ്സ് ഓഫ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസും ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അതിന്റെ ആൻസർ ഒരു ഉദാഹരണ സഹിതം കമന്റ് ചെയ്യുക. ഓക്കെ. 4. കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ സറണ്ടർ ഓഫ് എ റൈറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീറ്റ്. അതായത് നമ്മുടെ ഒരു അവകാശം നമ്മൾ സറണ്ടർ ചെയ്യുക. ആ അവകാശം നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടും. ആ കോമ്പൻസേഷൻ എന്തായിട്ട് കണക്കാക്കും? ക്യാപിറ്റൽ റിസീറ്റ് ആയിട്ട് കണക്കാക്കും. ഉദാഹരണം നോക്കാം. സറണ്ടർ ഓഫ് കോപ്പിറൈറ്റ് ബൈ ആൻ ഓതർ. ഒരു ഓതർ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിന്മേലുള്ള കോപ്പിറൈറ്റ്, അവകാശം. സോ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോപ്പിറൈറ്റ്? കോപ്പിറൈറ്റ് എന്താണെന്നാണ് എന്റെ ചോദ്യം. കമന്റ് ചെയ്യുക. ആ കോപ്പിറൈറ്റ് അദ്ദേഹം സറണ്ടർ ചെയ്യുക വേറൊരാൾക്ക് മുമ്പിൽ. എനിക്കിനി ഈ അവകാശം വേണ്ട, താങ്കൾ എടുത്തുകൊള്ളു. അദ്ദേഹം സറണ്ടർ ചെയ്യുക, വേണ്ടെന്ന് വെക്കുന്നു, വേറെ ആൾക്ക് കൊടുക്കുന്നു. ആ വേണ്ടെന്ന് ചുമ്മാ വെക്കില്ല. ആ വെക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതിഫലം, ഒരു കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ കോമ്പൻസേഷന്റെ സ്പെല്ലിങ് കറക്റ്റ് അല്ല, ഒരു എൻ അഡീഷണൽ കയറി വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ആ കിട്ടുന്ന കോമ്പൻസേഷൻ ക്യാപിറ്റൽ റിസീറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. 4 കൂട്ടം കാര്യങ്ങളും കഴിഞ്ഞു. 4 കൂട്ടം കാര്യങ്ങളും ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കുക. മനസ്സിലായ ശേഷം 4നും ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ കമന്റ് ആയിട്ട് തരണം. അടുത്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ്? അതിനെക്കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആൻ എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട്സ് ഇൻ ആൻ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ്. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങും. നമ്മളൊരു അസറ്റ് വാങ്ങാൻ നേരത്ത് നമുക്ക് എന്തുണ്ടാവും? ചുമ്മാ അസറ്റ് കിട്ടുമോ? ആരെങ്കിലും ഒരാൾ നമ്മുടെ ഒരു അസറ്റ് കൊണ്ട് തരുമോ? എന്നാ ഇരുന്നോട്ടെ, തരില്ല. നമ്മളിന്ന് എന്ത് കൊടുക്കണം? ചിലവിടണം. എക്സ്പെൻഡിച്ചർ അല്ലേ? ചിലവിടുന്നതല്ലേ എക്സ്പെൻഡിച്ചർ. നമ്മൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം. കൊടുക്കുമ്പോൾ നമുക്കൊരു അസറ്റ് കിട്ടും. ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ, ഒരു അസറ്റ് മേടിക്കുവാൻ വേണ്ടി നമ്മൾ ചിലവിടുന്ന ആ ചിലവ്, ആ പണം, അതെന്താ? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് പറയുന്നത്. ഇനി കാണാം, ഓർ വിച്ച് ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. അതായത് നമ്മൾ ചിലവിടുന്ന ആ എക്സ്പെൻഡിച്ചർ നമ്മുടെ ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റിയെ കൂട്ടുമെങ്കിൽ. ഒന്നാമത്തെ സാഹചര്യം, ഒരു അസറ്റ് വാങ്ങുവാൻ, വീണ്ടും പറയുന്നു, നമ്മൾ ആ ചിലവിട്ട തുക നമ്മുടെ ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റിയെ കൂട്ടുമെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കാം. ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് ഒരു പുതിയ നൂതനമായ ഒരു മെഷീൻ വാങ്ങുന്നു കിച്ചണിലേക്ക്. അതെന്റെ ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റിയെ കൂട്ടുമോ? ഇത്രയും നാൾ ഞാൻ 100 ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ഈ മെഷീനിന്മേൽ 1000 ചപ്പാത്തി ഉണ്ടാക്കാൻ സാധിക്കുന്നു.
ആ മെഷീൻ മേടിക്കാൻ വേണ്ടി ഞാൻ ചെലവിട്ട തുക അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്റെ ബിസിനസിന് ഏണിംഗ് കപ്പാസിറ്റി കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട്. സോ അതെന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓർ വിച്ച് ഡിക്രീസ് ദ എക്സ്പെൻഡിച്ചർ, അതായത് മൂന്നാമതൊരു കാര്യം പറയാണ്, ഞാൻ ചിലവിടുന്ന തുക കൊണ്ട് ബിസിനസിന്റെ ചിലവ് അല്ലെങ്കിൽ ബിസിനസിന്റെ മൊത്തത്തിലുള്ള ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നുവെങ്കിൽ അതെന്താണെന്നാ പറയുന്നത്? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ. ഉദാഹരണം പറയാം, ഞാൻ എന്റെ ബിസിനസ് ഒരു വാടക കെട്ടിടത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ എല്ലാ മാസവും റെന്റ് കൊടുക്കണം, ഒരു ചെലവുണ്ടായിരുന്നു. ഞാനൊരു കെട്ടിടം ബിൽഡിംഗ് സ്വന്തമായിട്ട് വാങ്ങി. ആ വാങ്ങിയപ്പോൾ എനിക്ക് എന്ത് ലാഭിക്കാൻ സാധിച്ചു? വാടക ലാഭിക്കുവാൻ സാധിച്ചു, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറയുവാൻ സാധിച്ചു ബിസിനസിനെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ ആ കെട്ടിടം വാങ്ങിയ ആ ചിലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഞാൻ ആ ചിലവിട്ട കെട്ടിടം വാങ്ങാൻ വേണ്ടി ചിലവിട്ട പണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ചിലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഓർ ദ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്ടഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഞാൻ ചിലവിട്ട എമൗണ്ട്, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ, ദീർഘകാലത്തേക്ക് ഒരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഒരു ഉദാഹരണം, ഞാനൊരു കെട്ടിടം വാങ്ങി, ഒരു 50 വർഷത്തേക്ക് എനിക്ക് അതിൽ നിന്ന് ചിലപ്പോൾ വരുമാനം കിട്ടും വാടകയായിട്ട്, ഞാൻ പുറത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു മെഷീനറി വാങ്ങി, ഒരു 25 കൊല്ലത്തേക്ക് മെഷീനറി എനിക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്യാം. അല്ലെ ഒരു വെഹിക്കിൾ വാങ്ങി, വാഹനം വാങ്ങി, അതെന്ത് ചെയ്യാം? ഒരു 15 കൊല്ലം എനിക്ക് ബിസിനസ് ആവശ്യത്തിനോ അതിന്റെ പർപ്പസിന് ഉപയോഗിക്കാം. അതെന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് കീഴിൽ 4 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അക്വിസിഷൻ ഓഫ് അസറ്റ്, രണ്ടാമത്താണ് ഇൻക്രീസ് ദ ഏണിംഗ് കപ്പാസിറ്റി, മൂന്നാണ് ഡിക്രീസ് എക്സ്പെൻഡിച്ചർ, നാലാണ് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്ടഡ് ഫോർ എ ലോങ് പീരീഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളെ കുറിച്ച് ഈ 4 കൂട്ടം കാര്യങ്ങൾ ഓർത്തിരിക്കും. അടുത്ത റവന്യൂ എക്സ്പെൻഡിച്ചർ. ആൻ എക്സ്പെൻഡിച്ചർ ഹൂസ് ബെനിഫിറ്റ്സ് ഈസ് ലിമിറ്റഡ് ടു എ പീരീഡ് ഓഫ് 1 year ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഞാനൊരു കുറച്ച് പണം ചെലവിട്ടു, അതിൽ നിന്നുള്ള വരുമാനം എനിക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ എനിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതിനെ എന്തെന്ന് വിളിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ദേ ആർ ഇൻക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ബിസിനസ്. സാധാരണഗതിയിൽ റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്തിനു വേണ്ടിയാണ് ചിലവിടുന്നത്? നമ്മുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി ചിലവിടുന്ന എക്സ്പെൻഡിച്ചറുകളാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുക. 2 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒരു വർഷത്തിൽ താഴെയായിരിക്കും. രണ്ടാമത് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തു അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറുകളായിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിന് 2 ഉദാഹരണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യും. ഓക്കെ, നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒന്നാമത്തെ കാര്യം, എനി എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു അക്വയർ എ ഫിക്സഡ് അസറ്റ് ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഫിക്സഡ് അസറ്റ് വാങ്ങുക, അതിന്റെ ഇൻസ്റ്റാളേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചെലവുകളെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വേറാസ് എനി എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ ബിസിനസിനെ സംബന്ധിച്ച് ഗുഡ്സ് വാങ്ങുക, ആ ഗുഡ്സ് വാങ്ങുന്ന ചിലവ്, അതിനെ എന്തെന്ന് വിളിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് വിളിക്കാം. ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി നമ്മൾ എന്തുണ്ട്? ഗുഡ്സ് വാങ്ങും. ആ ഗുഡ്സ് എന്തായിട്ട് കണക്കാക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചർ. കാരണം അതിൽ നിന്നുള്ള റിട്ടേൺ ഒരിക്കലും നോർമലി സാധാരണഗതിയിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അങ്ങനെയല്ല. അടുത്താണ്, എനി പേയ്മെന്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ ക്യാപിറ്റൽ ലയബിലിറ്റീസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു ക്യാപിറ്റൽ ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി വീട്ടുവാൻ വേണ്ടി നമ്മളൊരു പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഉദാഹരണം, എനിക്കൊരു 15 കൊല്ലത്തെ ലോങ് ടൈം ലോൺ ഉണ്ടായിരുന്നു. അതൊരു ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. അത് വീട്ടുവാൻ, അത് ഞാൻ വീട്ടി, പണം അടച്ച് വീട്ടി. അതായത് എനിക്കൊരു പേയ്മെന്റ് വന്ന എക്സ്പെൻഡിച്ചർ വന്നു. ഇതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ബട്ട് എനി പേയ്മെന്റ് മെയ്ഡ് ടു ഡിസ്ചാർജ് എ റവന്യൂ ലയബിലിറ്റി ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് ചെറിയൊരു കടം, ചെറിയ ഒരു വർഷത്തിൽ താഴെ കൊടുത്തു തീർക്കേണ്ട റവന്യൂ നേച്ചറിലുള്ള ഒരു ലയബിലിറ്റി, അത് വീട്ടുവാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പേയ്മെന്റ്, അതൊരു എക്സ്പെൻഡിച്ചർ ആണ്. അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാം. ഉദാഹരണത്തിന് എനിക്കൊരു ഷോർട്ട് ടൈം ലോൺ ഉണ്ടായിരുന്നു, ഒരു 6 മാസത്തേക്ക് ഞാൻ ലോൺ എടുത്തായിരുന്നു. അത് ഞാൻ അടച്ചു തീർക്കുക. അവിടെ എനിക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചർ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. തീർച്ചയായിട്ടും പറയാം. അല്ലെ ഡെറ്റർ കറണ്ട് അസറ്റ് ആണ്. അല്ല ഡെറ്റർ ക്രെഡിറ്റർ സംബന്ധിച്ച് എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. ഒരു വർഷത്തിനകം അടച്ചു തീർക്കേണ്ടതാണ്. ഇപ്പൊ ക്രെഡിറ്റർക്ക് ഞാൻ പൈസ കൊടുത്തു, ഡിസ്ചാർജ് ചെയ്യുക, കട ഒഴിവാക്കുക. അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഈ 2 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കി. ഇനി നമുക്ക് കാണാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേഴ്സസ് റവന്യൂ എക്സ്പെൻഡിച്ചറിലെ മൂന്നാമത്തെ കാര്യം. എനി എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു അക്വയർ എ സോഴ്സ് ഓഫ് ഇൻകം ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു വരുമാന സ്രോതസ് സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മൾ നടത്തിയിരിക്കുന്ന എല്ലാ ചിലവുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വരുമാനമല്ല, ഒരു വരുമാന സ്രോതസ്.
ഉദാഹരണം പറയാം, ഞാൻ ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ്. എൻ്റെ അടുത്ത് മറ്റൊരു ഹോട്ടലുണ്ട്. ഞാൻ ആ ഹോട്ടൽ കൂടി വാങ്ങുകയാണ്. എൻ്റെ ഒരു വരുമാന സോഴ്സ് അല്ലേ ആ പുതിയ ഹോട്ടൽ? ആണോ അല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഹോട്ടൽ ഓൾറെഡി നടത്തുന്നുണ്ട്. അത് കൂടാതെ എൻ്റെ ഹോട്ടലിന് തൊട്ട് സൈഡിലുള്ള മറ്റൊരു ഹോട്ടൽ കൂടി ഞാൻ വാങ്ങുകയാണ്. ഞാൻ എന്താ ഇവിടെ വാങ്ങിയത്? ഞാൻ എന്താ പർച്ചേസ് ചെയ്തത്? എന്താ ഞാൻ അക്വയർ ചെയ്ത്? എ സോഴ്സ് ഓഫ് ഇൻകം. എന്റെ മറ്റൊരു വരുമാന സ്രോതസ്സായി സ്വന്തമാക്കിയത്. ഞാൻ വാങ്ങിയത് മറ്റൊരു ഹോട്ടൽ. ഇതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതേസമയം എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു ഏൺ ആൻ ഇൻകം ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഞാൻ ഒരു വരുമാനം നേടുവാൻ വേണ്ടി, സാധാരണ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി, അതായത് സോഴ്സ് ഓഫ് ഇൻകം അല്ല, അല്ലെങ്കിൽ വരുമാന സ്രോതസ് അല്ല, വരുമാനം ഏൺ ചെയ്യുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? എന്തെങ്കിലും ചെലവിടുകയാണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഹോട്ടലിൽ വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കി വിൽക്കുവാൻ വേണ്ടി 10 കിലോ അരി വാങ്ങുക. 10 കിലോ അരി വാങ്ങുക. കാരണം ഈ അരി ഉപയോഗിച്ചുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ദോശ ഉണ്ടാക്കുന്നത്. ദോശ അരി പൊടിച്ച് മാവാക്കി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കുക. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അരി വാങ്ങുന്നു. ആ അരി വാങ്ങാൻ വേണ്ടി ചിലവഴിച്ച കാശ് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നാമത് പറഞ്ഞത് ഒരു വരുമാന സ്രോതസ് സ്വന്തമാക്കുവാൻ വേണ്ടി ചിലവിട്ട പണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി ചിലവിട്ട പണം, റവന്യൂ എക്സ്പെൻഡിച്ചർ. നാലാമത്തെ കാര്യം, an amount spent for increasing earning capacity or reducing expenditure of a business is capital expenditure. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണ സഹിതം പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും പറഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിലേ പറഞ്ഞാണ് ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുവാൻ വേണ്ടി നമ്മൾ ചെലവിടുന്ന എമൗണ്ട് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അല്ലെങ്കിൽ ബിസിനസിന്റെ ചെലവ് കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ, നമുക്കുണ്ടാകുന്ന ചെലവ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇൻക്രീസിങ് ഏണിംഗ് കപ്പാസിറ്റി, ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു സാഹചര്യം. 1000 ചപ്പാത്തി, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 100 ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനാണ്. 1000 ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ, ഏണിംഗ് കപ്പാസിറ്റി കൂടും, ബിസിനസിന്റെ വരുമാനം കൂടും. ചപ്പാത്തിയുടെ എണ്ണം കൂടുന്തോറും വരുമാനം കൂടും, ഏണിംഗ് കപ്പാസിറ്റി കൂടുന്നു. അല്ലെങ്കിൽ റെഡ്യൂസിങ് എക്സ്പെൻഡിച്ചർ, ഞാനൊരു ബിൽഡിംഗ് വാങ്ങുകയാണ്, ഇത്രയും നാൾ റെന്റിനായിരുന്നു. അപ്പൊ റെന്റ് എന്നുള്ള എക്സ്പെൻഡിച്ചർ ഇവിടെ മാറി കിട്ടുക, കാരണം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുക. ഈ ചെലവുകൾ എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ബട്ട് ആൻ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഇൻ കീപ്പിംഗ് ആൻ അസറ്റ് ഇൻ റണ്ണിംഗ് കണ്ടീഷൻ ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേസമയം ഒരു അസറ്റ് റണ്ണിംഗ് കണ്ടീഷനിൽ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി, റണ്ണിംഗ് കണ്ടീഷനിൽ ഓക്കെ ആക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടുന്ന ചെലവുകൾ അതെന്താണ്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് പറയുന്നത്. ഉദാഹരണം, റിപ്പയറുകൾ. ഇപ്പൊ കിച്ചണിലുള്ള മെഷീനറി, ഏതെങ്കിലും ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീന് ഒരു റിപ്പയർ ആവശ്യമുണ്ട്, ഞാൻ റിപ്പയർ നടത്തുക. ആ റിപ്പയർ നടത്തുന്നത് എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓർക്കുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, വീണ്ടും കാണുക. ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ ലോസ്. ഇനി കാണുന്ന 2 കൂട്ടം കാര്യങ്ങൾ ക്യാപിറ്റൽ ലോസും റവന്യൂ ലോസും എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോസ് വിച്ച് ഈസ് റിലേറ്റ്സ് ടു എ ഫിക്സഡ് അസറ്റ് ഈസ് ക്യാപിറ്റൽ ലോസ്. ഒരു ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ആണെങ്കിൽ, നഷ്ടമാണെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണമാണ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ഞാൻ ഫർണിച്ചർ വിറ്റപ്പോൾ എനിക്ക് നഷ്ടം സംഭവിക്കുന്നു, അത് എന്ത് ലോസാ? ക്യാപിറ്റൽ ലോസ്. ഉദാഹരണം, ഫർണിച്ചറിന്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോഴത്തെ പ്രൈസ് 1 ലക്ഷം രൂപയാണ്. ബിസിനസ്സിലെ ഫർണിച്ചർ, എന്റെ ഹോട്ടൽ ബിസിനസ്സിലെ ഞാൻ 80,000 രൂപയ്ക്ക് വിൽക്കുക. ഞാൻ അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ഒരു സെയിൽ ഉണ്ടായി, അവിടെ എനിക്ക് എത്ര രൂപ നഷ്ടം വന്ന്? 20,000 രൂപ. അതെന്താ? ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് വിളിക്കാം, അത് ക്യാപിറ്റൽ ലോസ്. അതേസമയം എ ലോസ് മെയ്ഡ് ബൈ സെല്ലിംഗ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് ഈസ് റവന്യൂ ലോസ്. എനിക്ക് ഒന്നുകിൽ ഞാൻ ഒരു സാധനം വിറ്റപ്പോൾ, ബിസിനസ്സിൽ ഒരു സാധനം വിറ്റപ്പോൾ, അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിലെ പ്രോഡക്റ്റ് ആണോ എന്താണോ അത് വിറ്റപ്പോൾ എനിക്ക് ഉണ്ടായ നഷ്ടത്തെ നമുക്ക് റവന്യൂ ലോസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നശിച്ചു പോയി സാധനങ്ങൾ, അത് റവന്യൂ ലോസ് ആണെന്ന് പറയാം. ഉദാഹരണം നോക്കാം. ഉദാഹരണം, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വിറ്റു. ശരിക്കും 10 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ, ഞാൻ 8 രൂപയ്ക്ക് വിറ്റു. അല്ലെങ്കിൽ 10 രൂപ എനിക്ക് മുതൽ മുടക്കുണ്ടെന്ന് കരുതുക. അങ്ങനെ കരുതുക, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ 10 രൂപ മുതൽ മുടക്കുണ്ട്. ഞാൻ 8 രൂപയ്ക്ക് ആ ചപ്പാത്തി വിറ്റു. അവിടെ ഉണ്ടായ 2 രൂപ. ആ നഷ്ടം റവന്യൂ ലോസാണ്. അതായത് ആ ഗുഡ്സ്, ഞാൻ എന്താണോ എന്റെ ബിസിനസ്സിൽ വെക്കുന്നത്, ആ ഗുഡ്സ് വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടം റവന്യൂ ലോസ്. അതേസമയം ബിസിനസ്സിൽ ഒരു അസറ്റ് വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടം ക്യാപിറ്റൽ ലോസ്. അപ്പൊ ഇനി മനസ്സിലാക്കി, ഇവിടെ കാണാൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് ഈസ് റവന്യൂ ലോസ്. ഉദാഹരണം, ചപ്പാത്തി കേടായി. ചപ്പാത്തി 3-4 ദിവസം ആയുസുള്ള ചപ്പാത്തി പാക്ക് ചെയ്ത് വിൽക്കുകയായിരുന്നു.
ആ പാക്ക് ചെയ്ത് വെക്കുന്ന ചപ്പാത്തി എന്താവും? ചിലപ്പോൾ കേടാവും. ആ കേടായി പോയി കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം ഉണ്ടാവും? നമുക്ക് നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം എന്ത് ലോസാ? റവന്യൂ ലോസ് ആണ്, ക്യാപിറ്റൽ ലോസ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വേറെ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ട് ബാഡറ്റ് ഇൻക്വേർഡ്. ബാഡറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ബാഡറ്റ്? കമന്റ് ചെയ്യുക. വാട്ട് ഈസ് ബാഡറ്റ്? ബാഡറ്റ് എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ബാഡറ്റ് എന്താണെന്നാണ് പറയുന്നത്? റവന്യൂ ലോസ് ആണെന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കുക, ഒരു താഴെ പറഞ്ഞിട്ടുണ്ട്, ഒരു എംപ്ലോയി, ബിസിനസ്സിലെ ഒരു എംപ്ലോയി കുറച്ച് ക്യാഷ് എന്ത് ചെയ്യുക? തട്ടിക്കുക. അദ്ദേഹം ആ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, നമ്മൾ അറിയാതെ. നമ്മൾ അറിഞ്ഞോ അറിയാതെ എങ്ങനെയായാലും അദ്ദേഹം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വഞ്ചന തട്ടിപ്പുണ്ടായി. അത് ക്യാപിറ്റൽ ലോസ് ആണ്, റവന്യൂ ലോസ് ആണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, അത് റവന്യൂ ലോസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനുശേഷം അവസാനം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം കമന്റ് ചെയ്യണം. എന്താണെങ്കിലും നമുക്ക് കാണാം. ആദ്യം കണ്ടു ക്യാപിറ്റൽ എന്താണ്, റവന്യൂ എന്താണ്. ഓക്കെ, എന്റെ ഒരു ചോദ്യം ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കണം. ഇതിനകത്ത് ലോങ് ടേം നേച്ചർ ഏതായിരിക്കും? ക്യാപിറ്റൽ ആണോ റവന്യൂ ആയിരിക്കും? ആൻസർ കമന്റ് ചെയ്യുക. ലോങ് ടേം നേച്ചർ ഏതായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും, റവന്യൂ ആയിരിക്കും. അതുപോലെ മറ്റൊരു ചോദ്യം, ക്യാപിറ്റൽ റിസീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ റിസീറ്റിനും റവന്യൂ റിസീറ്റിനും ഓരോ ഉദാഹരണങ്ങൾ കമന്റ് ചെയ്യുക. ക്യാപിറ്റൽ റിസീറ്റിനും റവന്യൂ റിസീറ്റിനും. അടുത്ത ചോദ്യം, നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന റിസീറ്റ് ഏതാണ്? റവന്യൂ റിസീറ്റ് ആണോ, ക്യാപിറ്റൽ റിസീറ്റ്? മറ്റൊരു ചോദ്യം, കോമ്പൻസേഷൻ ഫോർ ടെർമിനേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം, അതാണ് പ്രധാനപ്പെട്ട വേർഡ്. സോഴ്സ് ഓഫ് ഇൻകം, അത് മൂലം അതിന്റെ ടെർമിനേഷൻ മൂലം ഉണ്ടാകുന്ന കോമ്പൻസേഷൻ ക്യാപിറ്റൽ റിസീറ്റ് ആണോ, റവന്യൂ? മറ്റൊരു ചോദ്യം, സറണ്ടർ ഓഫ് കോപ്പിറൈറ്റ് ബൈ ആൻ ഓതർ, അത് റവന്യൂ ആണോ, ക്യാപിറ്റൽ നേച്ചർ ആണോ? റവന്യൂ റിസീറ്റ് ആണോ, ക്യാപിറ്റൽ റിസീറ്റ് ആണോ? കമന്റ് ചെയ്യുക. അടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ബന്ധപ്പെട്ട 4 കൂട്ടം കാര്യങ്ങൾ ഇവിടെ കാണാം. ഏതൊക്കെയാണ് 4 കൂട്ടങ്ങൾ? ആ 4 കൂട്ടം കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ലോസ്, റവന്യൂ ലോസ്, രണ്ടിനും നല്ലൊരു ഉദാഹരണം നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സമ്മറി മാത്രം ഒന്ന് കമന്റ് ചെയ്യുക. 3 ടോപ്പിക്കുകളുടെയും റവന്യൂ റിസീറ്റ് ആൻഡ് ക്യാപിറ്റൽ റിസീറ്റ്, ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ ലോസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത് ഇൻകത്തിന്മേലാണ്, റവന്യൂവിന്മേലാണ്, ക്യാപിറ്റലിന്മേലല്ല. അതുകൊണ്ട് ക്യാപിറ്റലും റവന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ 3 രീതിയിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കിയത്. എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്.